അമ്പടിക്കലേ എന്തോ പറഞ്ഞു വന്ന് കരുതി നീ ചൊക്കനിൽ നിന്ന് അല്ല കുരങ്ങിൽ നിന്നാണ് വന്നതെന്ന് പറയാൻ ഞാനൊരു മണ്ടനല്ല. അല്ലെങ്കിൽ കുരങ്ങന്മാരെ ഈ ഭൂമുഖത്ത് കാണാൻ പാടില്ല. മനുഷ്യനിൽ എന്തോ പരിണാമമുണ്ടെന്നത് സ്വാമി പറഞ്ഞത് സത്യമാണ് എന്ന് കരുതി കുരങ്ങനിൽ നിന്നാണ് വന്നതെന്ന് ഞാൻ കുരങ്ങൻ്റെ തുണിയുടുക്കാതെ തന്നെ കുരങ്ങന് സൗന്ദര്യമുണ്ട്, അവൻ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുമുണ്ട്. അപ്പോൾ കുരങ്ങല്ല. എന്നാൽ ഞാൻ വരട്ടെ സ്വാമി, ചായയോ കാപ്പിയോ? പരിണാമമെന്നാൽ കുരങ്ങിൽ നിന്നാണ് മനുഷ്യൻ പരിണമിച്ചതെന്ന് പറയുന്നു. പക്ഷേ കുരങ്ങൻ ഇപ്പോഴും ഉണ്ട്. പക്ഷേ കുരങ്ങിൻ്റെതായ രീതിയിൽ സൗന്ദര്യനാണ്, സുന്ദരവനാണ്. പക്ഷെ മനുഷ്യൻ വിരൂപനായിരിക്കുന്നത് മനുഷ്യൻ കുരങ്ങനോട് തുല്യനെന്ന് പറയുന്നതിൽ കാര്യമില്ല. കാര്യം കുരങ്ങൻ വസ്ത്രധാരണമൊന്നും ഇല്ലാതെ തന്നെ വളരെ മനോഹരനാണ്, സുന്ദരനാണ്, ആരോഗ്യവാനാണ്, ജീവിതത്തിൻ്റെ എല്ലാ ക്രമങ്ങളും ചെയ്യാൻ മിടുക്കനാണ്. അപ്പോൾ കുരങ്ങിൽ നിന്ന് വന്ന് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ മനുഷ്യനിൽ പരിണാമമുണ്ട് എന്ന് നമുക്ക് സമർത്ഥിക്കാൻ സാധിക്കും. എൻ്റെ മനസ്സിൻ്റെ ഒരു വിങ്ങൽ വെച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ ഒരു 90 കാലഘട്ടങ്ങളിൽ നമ്മൾ ഹൈസ്കൂളിൽ പോയി നോക്കുക. അവിടെയുള്ള പെണ്ണമാനും ഒക്കെ നല്ല തയ്ച്ചാണ്. ഇന്ന് നമ്മൾ ഹൈസ്കൂളിൽ പോയി നോക്കുകയാണെങ്കിൽ അത്രയ്ക്കൊന്നും സൈസ് കാണുന്നില്ല. അവർ പ്രീ ഡിഗ്രിയോ അല്ലെങ്കിൽ ഡിഗ്രിയോ കഴിയുമ്പോഴാണ് അതേ രീതിയിൽ സൈസ് വളരുന്നത്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അതിനനുസരിച്ച് ദൈർഘ്യം കൂടുന്നത് കൊണ്ടാണോ? അതും പരിണാമത്തിൻ്റെ ഒരു മാറ്റമല്ലേ? അല്ലേടാ കൂട്ടാം.